കുതിരപ്പുറത്ത് കയറി ഇറങ്ങിയ പി.ജെ. ജോസഫും കൂട്ടരും ഇനി മുതൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും. സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിച്ചതോടെയാണ് ഓട്ടോറിക്ഷ സ്ഥിരം വാഹനമാക്കാൻ പി.ജെ. ഒരുങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ പല ചാട്ടങ്ങൾ നടത്തിയ പി.ജെ. ജോസഫ് സൈക്കിൾ ചവിട്ടിയും ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. രൂപീകരണ കാലത്ത് ആനയായിരുന്നു കേരള കോൺഗ്രസ് ചിഹ്നം. 1979 പാർട്ടി പിളർന്നപ്പോൾ കുതിരച്ചിഹ്നം കോടതി വിധി വഴി മാണിക്ക് ലഭിച്ചു. ജോസഫ് കുതിരയേക്കാൾ വലിയ ആനയെ ചിഹ്നമായി സ്വീകരിച്ചു. 84 മാണിയും ജോസഫും ഒരു പാർട്ടിയായപ്പോൾ വീണ്ടും കുതിര ചിഹ്നമായി. 87 പാർട്ടി പിളർന്നപ്പോൾ ഔദ്യോഗിക പദവിയും കുതിരയും ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചു. മാണി വിഭാഗം 2 ചിഹ്നമായി സ്വീകരിച്ചു. എന്നാൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ പി.ജെ. ജോസഫിന് അധികകാലം ഭാഗ്യം ലഭിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൃഗങ്ങളെ ചിഹ്നമാക്കുന്നത് നിരോധിച്ചതോടെ ജോസഫിന് കുതിര നഷ്ടമായി. കുതിര കൈവിട്ടു പോയതോടെ സൈക്കിൾ ചവിട്ടിയായിരുന്നു ജോസഫിൻ്റെ സഞ്ചാരം. അങ്ങനെയാണ് ജോസഫ് വിഭാഗം ഔദ്യോഗിക ചിഹ്നമായി സൈക്കിൾ തിരഞ്ഞെടുത്തത്. 2010 ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പിൽ ലയിച്ചതോടെ 2 തണലിലായിരുന്നു പിന്നീടുള്ള പോരാട്ടം. പൊതുവെ ചാഞ്ചാട്ടക്കാരനായ ജോസഫ് അധികകാലം മാണി ഗ്രൂപ്പിലും തുടർന്നില്ല. വീണ്ടും 2020 പാർട്ടി പിളർന്നു. പക്ഷേ ഇത്തവണ പാർട്ടി പദവിയും ചിഹ്നവും തട്ടിയെടുക്കാനുള്ള ജോസഫിൻ്റെ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചില്ല. അങ്ങനെയാണ് ജോസ് കെ മാണിയും കൂട്ടരും 2 ചിഹ്നം നിലനിർത്തിയത്. ഇതിനിടയിൽ ചെണ്ട കൊട്ടിയും ട്രാക്ടറിൽ സഞ്ചരിച്ചും ജോസഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഏറ്റവും ഒടുവിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ. ഫ്രാൻസിസ് ജോർജ് വിജയിച്ചതോടെയാണ് ഇനിയുള്ള യാത്ര ഓട്ടോയിൽ സഞ്ചരിക്കാൻ ജോസഫ് ഗ്രൂപ്പ് തീരുമാനിച്ചത്. നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തവണ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും. ഇല്ല, അതിനേക്കാൾ ഇപ്പം ഓട്ടോറിക്ഷയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആളുകൾ ഉപയോഗിക്കുന്ന സൈക്കിളിനേക്കാൾ പോപ്പുലറായിട്ടുള്ള വാഹനമായി ഓട്ടോറിക്ഷ മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ ആവശ്യം. ജോസഫിന്റെ നിർദ്ദേശത്തിന് പാർട്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കുന്നവർ അനുമതിയും നൽകി. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ ചിഹ്നങ്ങൾ കൊണ്ടുനടന്ന ഒരു രാഷ്ട്രീയ നേതാവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിലുള്ള സഞ്ചാരം എത്ര കാലം ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. ഓട്ടോറിക്ഷയിൽ കയറി കേരള രാഷ്ട്രീയത്തിൽ പി.ജെ. ജോസഫിനും കൂട്ടർക്കും എത്ര ദൂരം, എത്ര കാലം, എങ്ങനെ പോകാനാകും എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു ചോദ്യവും കൗതുകവുമാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിളർപ്പിൻ്റെ വളരുംതോറും പിളരുന്ന കേരള കോൺഗ്രസ് ചിഹ്നങ്ങളിലും ഇങ്ങനെ മാറി മാറി, ചിഹ്നത്തിന് പിളരാനാവില്ലല്ലോ, ചിഹ്നം ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ച് ആനയും കുതിരയും സൈക്കിളും എല്ലാം കഴിഞ്ഞ് ഓട്ടോറിക്ഷയിലാണ് പി.ജെ. ജോസഫ് എത്തി നിൽക്കുന്നത്. ആ സഞ്ചാരം എങ്ങോട്ട്, എത്ര കാലം, എങ്ങനെയൊക്കെ എന്നുള്ളതാണ് കൗതുകത്തോടെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യം.